പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വന്ദനം അറിയിക്കുന്നു. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അപ്പൊ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് ആരാ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. ഇസ്രായേലിനൊരു ദൈവം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ആരാ? ദൈവത്തിന്റെ ജനമാണ്. ദൈവമക്കൾക്ക് ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ദൈവമക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. കാരണം ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മൾ ദൈവത്തിന്റെ ജനമാണെങ്കിൽ നമ്മെ നയിക്കുന്നത് ദൈവമാണ്. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തെ, ഒരു കൂട്ടം വലിയ ജനത്തെ മുൻപോട്ട് നയിക്കുന്നതും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതും ദൈവമാകിയാൽ ശത്രുക്കൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളായ നമ്മൾ ദൈവത്തിന്റെ ജനമാ, വിശുദ്ധ ജനമാ, രാജകീയ പുരോഹിത വർഗമാ, സ്വന്തം ജനമാ, നാം ദൈവത്തിന്റെ മക്കളാ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഇന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമായിക്കട്ടെ. നമ്മൾ എവിടാ തോൽക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ബുദ്ധിയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും, നമ്മുടെ കഴിവെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും, നമ്മുടെ പണം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവമക്കളെ, പണം വേണ്ടെന്നോ ബുദ്ധി ഉപയോഗിക്കേണ്ടതോ ഒന്നുമല്ല. പക്ഷേ എല്ലാത്തിനും ഉപരിയായി ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടത്. കാരണം യുദ്ധത്തെ അറിയുന്നവനും യുദ്ധം നയിക്കേണ്ടവനും ദൈവമാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാവുന്നവൻ ദൈവമാണ്. ആ തന്ത്രങ്ങളെ അറിയാവുന്നവൻ നമ്മുടെ മുൻപിൽ നിന്ന് നയിക്കുമ്പോൾ നമുക്ക് ഒരിടത്തും പരാജയം സംഭവിക്കത്തില്ല. ദാവീദിനെ കുറിച്ച് പറയുന്നു, ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. യുദ്ധവീരനായ യഹോവ മുൻപിലുണ്ടോ, ഒരിടത്തും നമുക്ക് തോൽവിയില്ല, നമുക്ക് പരാജയമേ ഇല്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം എന്റെ സങ്കേതവും ബലവുമാകുന്നു, അവന്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ തുണയായി കൂടെയിരുന്ന് നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്ന് പകൽവേള നിങ്ങൾക്ക് തോൽവിയില്ലെന്ന്, നമുക്ക് തോൽവിയില്ലെന്ന് യുദ്ധവീരനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ മുൻപോട്ട് നയിക്കും. നിങ്ങളുടെ കഷ്ടതകളെ ദൈവം മാറ്റും, നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റും, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം മാറ്റും. യുദ്ധവീരനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇനി നമ്മൾ നമ്മുടേതായ ഒന്നും ചെയ്യണ്ട. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിൽ വിശ്വസ്തരായി ഒന്ന് നിന്നുകൊടുത്താൽ മതി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദാവീദ് കവണയിൽ കല്ല് വെച്ചെറിഞ്ഞതേ ഉള്ളൂ, പക്ഷേ ആ കല്ലിനെ എത്തേണ്ടിടത്ത് എത്തിച്ചത് ദൈവമാണ്. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥനയോടെ മുൻപോട്ട് നമ്മുടെ വിഷയങ്ങൾ വയ്ക്കുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നന്മ ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ എത്തിച്ചു തരും. വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക, പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. ഇന്ന് പകൽക്കാലം ദൈവം ചിലതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ നിന്ന് നയിച്ച് യുദ്ധം ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ചില നന്മ തരാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.